ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കഴിവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന ഒരു സമയത്തിലൂടെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ അനാചാരങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ ജന്മദിനമാണെന്ന് പറയുന്ന ഈ ഡേറ്റിൽ ആഘോഷമായി കൊണ്ടാടുന്ന പദ്ധതി ഇസ്ലാമിലുണ്ടോ ഇല്ലേ? യഥാർത്ഥ ഹബ്ബുർ റസൂൽ എന്ന് പറയുന്നത് കേവലം ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളാണോ? അതല്ല, സുന്നത്തിലൂടെ പ്രവാചക ചര്യകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണോ? ഇന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിദ്അത്തായ ഈ അനാചാരത്തിന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ മാർഗത്തിൽ, അതിന്റെ പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടോ ഇല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇമാമുകൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദമായി വിശദീകരിച്ചു. അപ്പോൾ ഇത് 3 നൂറ്റാണ്ടിന് ശേഷം പിൽക്കാലത്ത് ഷിയാക്കളിലൂടെ തുടക്കം കുറിച്ച ഒരു അനാചാരമാണ് എന്നും മാത്രമല്ല അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുകയാണ് എന്ന പേരിൽ ആ റസൂലിനെ വിളിച്ച് ദുആ ചെയ്യുകയും
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും പേരിൽ ഇല്ലാത്ത കുറെ കള്ളക്കഥകൾ കുത്തിനിറച്ച് അത് പള്ളികളിലും വീടുകളിലും അതേപോലെ തന്നെ പല മൈതാനങ്ങളിലുമൊക്കെ ആത്മീയ സദസ്സ് ഒരുക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ ജനസമൂഹത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അജ്ഞരായ സമൂഹത്തിന് മുമ്പിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ദുർന്യായങ്ങൾ നാം ഓരോരുത്തരും കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ മാർഗത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്യണം എന്നാണ് എല്ലാ ആളുകളോടും നമുക്ക് പറയാനുള്ളത്. സുന്നത്ത് അല്ല എങ്കിൽ ഇത് ബിദ്അത്ത് ഹസനത്താണ് എന്നാണ് ഇവർ പറയാറുള്ള ഒരു ന്യായീകരണം. നാം മനസ്സിലാക്കേണ്ടത് ബിദ്അത്തുൻ ഹസനത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഒരിക്കലും ശറഇൽ ഇല്ല. ശറഇൽ കുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും ളലാലത്തിലാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ആ ളലാലത്ത് നരകത്തിലുമാണ്. അപ്പൊ പിന്നെ ഹസനത്തായ ഒരു പുത്തനാചാരം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അതിന് ഇവർ തെളിവ് പിടിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം രണ്ടാം ഖലീഫയായി ഭരണമേറ്റ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റമളാനിലെ രാത്രി നമസ്കാരം പള്ളികളിൽ ഒറ്റയും തെറ്റയുമായ ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഇമാമിനെ നിശ്ചയിക്കുകയും ആ ഇമാമിന്റെ പിന്നിൽ ആളുകളെ മുഴുവനും അണിചേർത്തിക്കൊണ്ട് ഒരു തറാവീഹ് നമസ്കാരം സംഘടിപ്പിക്കുകയും ചെയ്തു. ആ നമസ്കാരം കണ്ടുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഅമത്തുൽ ബിദ്അത്തു ആദിഹി, ഇത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് പറയുകയും ചെയ്തില്ലേ. അപ്പൊ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം ബിദ്അത്താണെങ്കിൽ അത് നരകത്തിലേക്കുള്ളതാണെങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അനാചാരം ചെയ്യുമോ? അപ്പൊ ദീനുൽ ഇസ്ലാമിൽ പൊതുവായ നല്ല കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നതിന് തെറ്റില്ല. അതിനാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ പണ്ഡിത വേഷധാരികൾ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. ഇവിടെ ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാം എന്ന ശരീഅത്തിൽ പുതുതായ ഒരു സുന്നത്ത് തുന്നിച്ചേർത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാത്ത, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയാത്ത ഒരു കാര്യം ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി പുതുതായി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്തായ ഒരു കാര്യമാണ് ദീനിൽ നടപ്പിലാക്കിയത്. അതാണ് ബിദ്അത്തുൽ ഹസന, നല്ല ബിദ്അത്ത്, അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നതിന് തെളിവായി കൊണ്ടുവരാൻ ഒരിക്കലും തന്നെ തെളിവില്ല. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നമസ്കാരം ഇമാമിന്റെ കീഴിൽ ആദ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ നിർദ്ദേശം ലഭിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ഇശാഇന്റെ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്നുകൊണ്ട് മിഹ്റാബിൽ നിന്നുകൊണ്ട് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ രണ്ട് വീതമുള്ള നമസ്കാരം 11 റക്അത്ത് നിർവഹിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ കുറച്ചാളുകൾ കൂടി. രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും അത് ആവേശം കൂടി, പള്ളി അവിടെ ഉള്ള സൗകര്യപ്രകാരം നിറഞ്ഞു, അതിനപ്പുറത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസമായപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിസ്കരിക്കാൻ വന്നില്ല. സ്വഹാബികൾ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, ഞാൻ ഇത് ഉപേക്ഷിക്കാൻ കാരണം, അല്ലെങ്കിൽ തൽക്കാലം നിർത്താൻ കാരണം, നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള താല്പര്യം കണ്ടുകൊണ്ട് അല്ലാഹു തആല ഇത് നിങ്ങളുടെ മേലെങ്ങാനും നിർബന്ധമാക്കുമോ
അഥവാ സുന്നത്തഗ്നി തറാവി നമസ്കാരം 5 നേരത്തെ ഫർള് നമസ്കാരം പോലെ നിർബന്ധമാക്കിയാൽ അത് നിങ്ങൾക്ക് ഭാരമാകുമെന്ന നിലക്ക് ആ സുന്നത്തിന് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം കാണിച്ചു കൊടുത്തുകൊണ്ട് തൽക്കാലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിന്നു. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത് ചെയ്തതാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം കാണിച്ചത് നിർത്തി. എന്നാൽ അത് രണ്ടാമത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് തുടങ്ങിയില്ല. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണമായപ്പോഴേക്കും പള്ളികളിൽ ആളുകൾ ഒറ്റയും തെറ്റയുമായി ചിതറി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നിർത്തിവെച്ച ആ സുന്നത്തിനെ പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അല്ല പുതിയൊരു സുന്നത്ത് ഉണ്ടാക്കുകയല്ല ചെയ്തത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സുന്നത്തിനെ പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്റെ വാചകമല്ല. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാര് പള്ളി ദർസിൽ ഓതുകയും അവർ അംഗീകരിക്കുകയും ചെയ്യുന്ന ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി അഷ്ശാഫി എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് കൂടിയായ ആ ഇബ്നു ഹജർ അൽ ഹൈതമി അഷ്ശാഫി തന്നെ വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിന്റെ 281-ാമത്തെ പേജിൽ പറയുന്നു, വഖൗലുഹു ഉമർ റളിയല്ലാഹു അൻഹു ഫി തറാബീഹി നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി അറാദൽ ബിദ്അത്തുൽ ഗബിയ്യ وليست بدعة شرعية فإن بدعة شرعية ضلالة كما قال ومن قسمها من العلماء إلى حسن وغير حسن فإنما قسم البدعة الغبية. ഫതാവൽ ഹദീസിയ 281-ാമത്തെ പേജ്. എന്താ അതിലൂടെ പറയുന്നത്? വ്യക്തമായി കേട്ടോളൂ. തറാവീഹ് നമസ്കാരത്തെ പറ്റി അത് നല്ല ബിദ്അത്താണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഭാഷാപരമായ അർത്ഥത്തിൽ മാത്രമാണ്. ഭാഷാപരമായ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെച്ച ഒരു സുന്നത്തിനെ പുനഃസംഘടിപ്പിക്കുക എന്നത് 100 ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. അഥവാ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തുൻ, ഒരാള് നിർജീവമായ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ അയാൾക്ക് 100 അജ്റു ഷഹീദ്, 100 ശുഹദാക്കളുടെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാതെ ദീനിൽ പുതിയതായ ഒരു കാര്യം ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ അത് നിഅമത്തുൻ ബിദ്അത്തുൽ ഹാദിഹി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഭാഷാപരമായ അർത്ഥത്തിൽ മാത്രമാണ്, ലഗവിയായ അർത്ഥത്തിൽ മാത്രമാണ്. അല്ലാതെ മതപരമായ അർത്ഥത്തിൽ ഒരിക്കലും ബിദ്അത്ത് കൊണ്ടുവരാൻ പാടില്ലല്ലോ. അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് വലാലത്താണ്, ബിദ്അത്താണ് എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി അഷ്ശാഫി വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കച്ചിത്തുരുമ്പും യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ഇവർക്ക് പിടിവള്ളിയല്ല. പിന്നെ പറയാറുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ജുമഅന്റെ മുമ്പ് ഒരു ബാങ്ക് സംഘടിപ്പിച്ചല്ലോ എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഒരിക്കലും തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ഒരു ബാങ്ക് വിളി സംഘടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്? അതിനെപ്പറ്റി വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഹദീസുകളിൽ ബുഖാരിയിലെ ഹദീസ് കാണാൻ കഴിയും. ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അത് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ രണ്ടാം ബാങ്കിന്റെ പ്രമാണം? കേട്ടോളൂ. ഇമാം ബുഖാരി 912 നമ്പർ ഹദീസ്. عن السائب بن يزيد رضي الله عنه قال كان النداء يوم الجمعة أول إذا جلس الإمام على المنبر عهد النبي صلى الله عليه وسلم وأبي بكر وعمر رضي الله عنهم فلما كان عثمان رضي الله عنه وكثر الناس زاد النداء ثالثا على الزوراء. ഇതാണ് ബുഖാരിയിലെ ഹദീസ്. എന്താണ്? സാഹിബ് യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നിദാഉ യൗമുൽ ജുമഅത്തി അവ്വൽ ഇദാ ജലസൽ ഇമാമു അലൽ മിൻബർ. വെള്ളിയാഴ്ച ഇമാം മിൻബറിൽ കയറി സലാം ചൊല്ലി ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്ക്, അതാണ് ജുമഅയുടെ ബാങ്ക്. അതാണ് ജുമഅന്റെ ബാങ്ക്, ആ ളുഹർ ബാങ്ക്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഉമർ ഖത്താബ് എന്ന കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചിരുന്നത്. എന്നാൽ ഫലമ്മ കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കസ്റന്നാസ്, ജനങ്ങൾ ഒന്നുകൂടെ വർദ്ധിച്ചപ്പോൾ സാദൻ നിസാഉ സാലിസ, മൂന്നാമത് ഒരു വിളി വർദ്ധിപ്പിച്ചു. ഏതാ ഈ മൂന്നാമത്തെ വിളി?
ഒന്ന് ബാങ്ക്, രണ്ട് ജുമാ കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിനുള്ള ഇഖാമത്ത്, അതാണ് രണ്ടാമത്തെ വിളി. മൂന്നാമത്തെ ഒരു വിളി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല സൗറായിനാണ്. അലൽ മസ്ജിദി എന്നല്ല, അലൽ മെഹ്റാബി എന്നല്ല, പള്ളിയുടെ മെഹ്റാബിൽ എന്നല്ല, അല്ലെ പള്ളിക്കുള്ളിൽ എന്നല്ല, അല സൗറായി. എന്നിട്ട് ഇമാം ബുഖാരി തന്നെ പറയുന്നു, അബു അബ്ദില്ല അസ്സൗറാഉ മൗദിഅ ബിസ്സൂഖ് ബിൽ മദീന. മദീനയിലെ അങ്ങാടിയിലെ ഒരു ഉയർന്ന കുന്നിന്റെ മുകളിൽ ഭരണാധികാരി എന്ന നിലക്ക് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളുകളെ വെള്ളിയാഴ്ചയാണ് ഇന്ന് എന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു വിളി അധികരിപ്പിച്ചു എന്നാണ്. ഇതിനെ നിദാഹ് എന്ന് പറഞ്ഞാൽ വിളി എന്ന അർത്ഥമുള്ളൂ, ബാങ്ക് എന്ന അർത്ഥം അതിനില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, അങ്ങാടിയിൽ ഉയർന്ന കുന്നിന്റെ ചെരുവില് ഒരു 11:30 മണിക്കൊക്കെ അയ്യുഹൽ ജുമുഅ യാ മഅശറൽ മുസ്ലിമീൻ, അയ്യുഹൽ ജുമുഅ, ഇന്ന് ജുമുഅ കേട്ടോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, എല്ലാരും വേഗം നിയത്താക്കിയിട്ട് കുളിച്ച് ജുമുഅക്കെത്തിക്കോളി എന്ന് വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിച്ചിരുന്നതാണ്. അതിപ്പോ ഇന്നിപ്പോ നമ്മളെ കലണ്ടർ, അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ അലാറം, ഇതൊക്കെ അല്ലേ, അതൊക്കെ ഇപ്പൊ വിദാത്ത. മൊബൈൽ ഫോണിൽ വെള്ളിയാഴ്ച ആവുമ്പോ പിന്നെ ആപ്പ് കയറ്റി ആളുകളുടെ മൊബൈലിൽ ഒരു 11:30 മണിയാവുമ്പോ എന്ത് ചെയ്യും, ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവും. നമ്മള് അലാറം വെച്ചാൽ ഓർമ്മപ്പെടുത്തലുണ്ടാവും. ഒരു ബാങ്ക് അലാറം വെച്ചു, അപ്പൊ മൂന്നാമത്തെ ബാങ്ക് ജുമാക്ക് ഉണ്ടാക്കി. ഇത് ഒരു വിളി, ഇതൊരിക്കലും ശറഇൽ ഒരു ദീനിൽ ഒരു സുന്നത്തായ ഒരു കർമ്മം തുന്നിച്ചേർക്കലല്ല. അത് ജനങ്ങൾ കൂടിയപ്പോൾ ഒരു ഖലീഫ നടത്തിയ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു പരിവർത്തനം മാത്രമാണ്. അല്ലെ, ഇപ്പൊ ബാങ്ക് മൈക്ക് ഉപയോഗിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്കുണ്ടോ? ഇല്ല. അതേപോലെ റസൂലുള്ളാഹിയുടെ കാലത്ത് 2 തട്ടുള്ള പള്ളി ഉണ്ടോ? കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഉണ്ടോ? ഇല്ല. അതേപോലെ കാളവണ്ടി, പിന്നെ കുതിരയും ഒട്ടകവും കാൽനടയുമാണ്. ഇന്ന് ബൈക്കുണ്ട്, കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ കാലത്ത് ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ബൈക്ക് മേലെ പള്ളിക്ക് വരൽ വിദഅത്താണ്. മൂക്കി കീപ്പെട്ടുള്ള ഏതെങ്കിലും പോയത്തക്കാരൻ പറയോ? ഇല്ല. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? ഇല്ല. അപ്പൊ ഭൗതികമായ മനുഷ്യൻ കണ്ടെത്തിയ സൗകര്യങ്ങൾ അത് ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വസീലയായി ഉപയോഗിക്കുക എന്നത് ശറഇൽ എന്താണ്? ജായിസാണ്. ആ അർത്ഥത്തിൽ അത് വേണമെങ്കിൽ എന്താണ് ബിദ്അത്തുൻ ഹസന, നല്ല ഒരു പുതിയ കാര്യം എന്ന് പറയാം. പക്ഷെ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് നമ്മുടെ വകയായി ഒരിക്കലും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹു റസൂലോട് കൂടി അല്ലാഹു സീൽ വെക്കപ്പെട്ട മതമാണ്. നമ്മുടെ വകയായി ഓരോരുത്തർക്കും ഓരോന്ന് തുന്നിച്ചേർക്കാൻ പറ്റുന്ന എരപ്പന്റെ അരിക്കൊട്ടയല്ല ഇസ്ലാം. എരപ്പന്റെ അരിക്കൊട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അരി സഞ്ചി തൂക്കിയിട്ട് വീട് വിടാൻ കയറി വരുന്ന ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് റേഷൻ അരി ഒരു ഗ്ലാസ് അരി ഇട്ട് കൊടുക്കും. അപ്പുറത്തെ പെരിയിൽ പോകുമ്പോൾ കുറുവൈക്കാർ അതും തീക്ക് ഇട്ട് കൊടുക്കും. അപ്പുറത്തെ പെരിയിൽ വരുമ്പോ കരിഞ്ചന്തക്ക് വാങ്ങിയ ബോധനക്കാർ അതും ഇട്ടെടുക്കും, വേറെ വട്ടരിക്കാർ അതും ഇട്ടെടുക്കും. അങ്ങനെ തോന്നിയവനൊക്കെ തോന്നിയത് ഇടാൻ പറ്റുന്ന എരപ്പന്റെ അരിക്കൊട്ടയല്ല ഇസ്ലാം. ഉടച്ചു വാർക്കപ്പെട്ട മഹത്തായ ഒരു ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ 2ാം ബാങ്ക് എന്നത് പള്ളിയിലേക്ക് മാറ്റിയത് പിന്നീട് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിലാണെന്നും അല്ല മുആവിയാണ് എന്നും അല്ല മർവാനാണ് എന്നും ഒക്കെ പറയുന്നുണ്ട്. അല്ലാഹു അലം. ഏതായാലും ഈ വിഷയത്തിൽ റസൂലുള്ളാഹിയുടെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടാൻ സ്വഹാബത്തിലോ താബീങ്ങളിലോ തബഅ താബീങ്ങളിലോ ഖുർആനിലോ സുന്നത്തിലോ എന്തിനേറെ ശാഫി മദ്ഹബിന്റെ ഇമാം ഷാഫിയുടെ കിതാബിലോ പോലും തെളിവില്ലാത്ത ഈ പണ്ഡിത വേഷധാരികൾ ഈ ഉമ്മത്തിനെ ഈ മാസത്തിൽ ചൂഷണം ചെയ്ത് പണം പിടുങ്ങാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഉമർ ഖത്താബ് ഖാന്റെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കി, ഉസ്മാൻ ഖാന്റെ പേരിൽ 2ാം ബാങ്ക് ഉണ്ടാക്കി എന്ന ആരോപണം പറയുന്നു. എന്നാൽ ഇവർ അംഗീകരിക്കുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഉമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിന്റെ 1ാം ഭാഗം 195-ാമത്തെ പേജിൽ പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം പറയാണ്, ഷാഫി ഇമാം പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു വെള്ളിയാഴ്ച ദിവസത്തെ ബാങ്ക് ആയിരിക്കണം. ഇമാമ പള്ളിയിലേക്ക് പ്രവേശിച്ചു, ശക്തമായ ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് സലാം ചൊല്ലി മിമ്പറിൽ ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. فعل أحد المؤذن في الأذان إذا قرأ قاما. അഥവാ ഈ മുഅദ്ദിൻ പള്ളിയിൽ വെച്ച് ഈ ഇമാമ് ഇരുന്ന് സലാം ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്ക്, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ പറയാണ്, കാന വഖദ് അത്താ പറയുന്നു, താബി പണ്ഡിതനായ അത്താ പറയുന്നു, ഇത് കൊണ്ടുവന്നത് ഉസ്മാനാണ്, അതല്ല പിന്നെ മർവാനാണ്, മുആവിയ
റാവിയാണ്. ഇങ്ങനെ പല അഭിപ്രായവും പറയുന്നുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ പറയാണ്, അദ്ദേഹം പറയാണ് മുആവിയ, ഇത് മുആവിയാണെന്നും പറയുന്നുണ്ട്. അല്ലാഹു അലം, അല്ലാഹ്ക്കറിയാം. ഇനി കേട്ടോളൂ, ഇതാണ് അടിവരയിലേണ്ടത്. ഇനി ആരെ പേരിൽ അവർ പറഞ്ഞാലും ശരി, ഇത് പള്ളിയിലേക്ക് ഇങ്ങനെ ജുമഅന്റെ മുമ്പ് ഈ ബാങ്ക് കൊണ്ടുവന്നത് ഈ പള്ളിയിലേക്കുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ രൂപത്തിലെ രണ്ടാം ബാങ്ക് കൊണ്ടുവന്നത് ആരൊക്കെയാണെങ്കിലും ഇമാം ഷാഫി തങ്ങൾ പറയാണ്, വൽ അംറുല്ലദീ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലുള്ള ഒരു ബാങ്കിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇമാം ഷാഫി അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്നവർ ഇത് ദുർവ്യാഖ്യാനം ചെയ്തത്. ഇമാം ഷാഫി തങ്ങളുടെ വാക്കാണിത്. എന്ത്? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആ ഒരു ബാങ്കിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തുഹ്ഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പോലും പറയുന്നു, വമല്ലം അഖ്സ അലൽ ഇത്തിബാഇ അഫ്ളൽ ബിൻ ഹാജ, അഥവാ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലുള്ള ഈ സുന്നത്തിനെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അംഗീകരിക്കാൻ ഏറ്റവും നല്ലത് എന്നാ. അപ്പൊ അതിന് ഒരു കാര്യം മനസ്സിലായി. എന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ശരീഅത്തിന് വിരുദ്ധമായി രണ്ടാം ബാങ്ക് പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് അങ്ങാടിയിൽ ഒരാളുകളെ വിളിച്ചു പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പൊ ഇന്നും പള്ളിയിൽ നിന്ന് പുറത്ത് കാളത്തിലൂടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് വന്നു. അങ്ങനെ വന്നാൽ ആളുകൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റി ഒരാൾ അങ്ങാടിയിൽ വെള്ളിയാഴ്ചട്ടോ ശ്രദ്ധിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറയുകയാണെങ്കിൽ അതിനെന്തപ്പോ തെറ്റ്? അത് എങ്ങനെ ഈ റബീഉൽ അവ്വൽ ആഘോഷം കൊണ്ടാണ് തെളിവാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ തെളിവുകൾ കൊണ്ടുവരുന്ന ആളുകളാണ് സഹോദരങ്ങളെ ഇവര്. ഇനി അതേപോലെ തന്നെ വീണ്ടും ഇവർ പറയുന്ന മറ്റൊരു ദുർവ്യാഖ്യാനമാണ് എന്ത്? ഞങ്ങൾ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നതിന് തെളിവ് തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പിനെ പറ്റി പറഞ്ഞത്? ദാലിക യൗമു ഉലിത്തു ഫീ, അന്നാണ് ഞാൻ ജനിച്ചത്. കിട്ടിപ്പോയി. പണ്ടൊരു കവി പറഞ്ഞില്ലേ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. ഒരുത്തനെ നനച്ചിരുന്ന വരുന്നൊക്കെ ഓരാ തോന്നും. റബീഉൽ അവ്വൽ ആഘോഷത്തിന് എങ്ങനെയെങ്കിലും ഈ മൂല്യന്മാർ തെളിവ് കാണുക. അപ്പൊ കിട്ടിയ ദാലിക്കൽ ഉലിത്തു ഫീ, അന്നാണ് ഞാൻ ജനിച്ചത്. ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ടല്ലോ. എന്താ സംഭവം? വ്യക്തമായി കൊണ്ട് ഈ ഹദീസിന്റെ ഒരു ഭാഗം മാത്രം ഉദ്ധരിച്ച് ബാക്കി രണ്ട് ഭാഗം മൂടി വെക്കുകയാണ് ഉലമാക്കൾ ചെയ്യുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു, അബീ ഖതാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ പറ്റി റസൂലുള്ളാഹിയോട് ചോദിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ദാലിക യൗമു ഉലിത്തു ഫീ, അന്നാണ് ഞാൻ ജനിച്ചത്. വബുഇസ്തു ഫീഹി, അന്നാണ് എനിക്ക് അല്ലാഹു തആല പ്രവാചകത്വം നൽകിയത്. വഉൻസില അലയ്യ ഫീഹി, അന്നാണ് എന്റെ മേൽ അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങിയതും നബിയെ അല്ലാഹു റസൂലായി തെരഞ്ഞെടുത്തതും അതേപോലെ റസൂലുള്ളാഹി ജനിച്ചതും തിങ്കളാഴ്ചയാണ്. മൂന്നും തിങ്കളാഴ്ച എന്ന മഹത്തായ ദിവസത്തിലാണ്. ആയിക്കോട്ടെ, അതിന് എന്താ ചെയ്യേണ്ടത്? തിങ്കളാഴ്ച എന്നത് കൊല്ലത്തിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോ മാത്രമാണോ തിങ്കളാഴ്ച വരിക? അല്ല, ഓരാഴ്ചയും തിങ്കളാഴ്ച ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? സുന്നത്ത് നോമ്പോറ്റോളി. അത് റസൂലുള്ള സ്നേഹമാണ്, നബിന്റെ ചര്യയാണ്. സുന്നത്ത് നോമ്പ് നോക്കാതെ പോലെ അതിന്റെ അർത്ഥം എന്താ? ഉദയം മുതൽ അസ്തമയം വരെ വയറ് കാലിയാക്കുക എന്നുള്ള. അപ്പൊ പള്ളക്കണ്ണി ചൂടായി ഏർപ്പാടാ. അപ്പൊ വയറ് കാലിയാക്കാനുള്ള ഹദീസ് എന്തിനാ തെളിവ്? മൂക്കറ്റ തിന്നാന്. ആലോചിച്ച് നോക്കികൾ. പായസം കുടിച്ച് കൂടസലാടി നിന്ന് 4 പതാക അങ്ങാടികൾ റോഡ് ബ്ലോക്കാക്കി റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കുക. എന്താ തെളിവ്? പട്ടിണി നടക്കുന്ന ഹദീസ്. ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. ഇതാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക, ഇതാണ് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത ഉമ്മത്ത് എന്റെ സമൂഹത്തിൽ വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നല്ല, റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നല്ല. അപ്പൊ റസൂലിനോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ അന്ന് സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടേ? പക്ഷേ ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ഇതെല്ലാ കൊല്ലവും തിങ്കളാഴ്ച റബീഉൽ അവ്വൽ ആഘോഷിക്കാനുള്ള തെളിവാണെങ്കിൽ സഹോദരങ്ങളെ, ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കണ്ടേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അജ്മഈൻ 30 കൊല്ലം ഖലീഫമാരായില്ലേ? അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്യണ്ടേ? ഇവരെ കിതാബിൽ തന്നെ പറഞ്ഞു ഇത് 3 നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്ന അനാചാരമാണ്. അപ്പോ തിങ്കളാഴ്ച നോമ്പിന്റെ കാര്യം ഇതാണ്. ഇതേപോലെ ഇവര് പറയും പിന്നീട് എന്താണ്?
ഖദീജ റളിയല്ലാഹു അൻഹയുടെ മൗലിദ് റസൂലിനെ കൊണ്ടാടി. എന്താ സംഭവം? ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും സ്പെഷ്യലായിട്ട് ആരെങ്കിലും വല്ല ആടോ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ അതുകൊണ്ട് ഒരു കറി എന്തെങ്കിലും വെച്ചാൽ കുറച്ച് വെള്ളം നീട്ടിയിട്ട് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് അത് എത്തിച്ചു കൊടുക്കണം എന്നാണ്. എന്താ? ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള ഇഷ്ടം കൊണ്ട്. നമ്മളെ വാപ്പ, ആ വാപ്പാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ നാട്ടിലുണ്ടാവും, പ്രായമുള്ള ആൾക്കാര്. അപ്പൊ നമ്മളെ പെരിയിലെ ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ വാപ്പ ഇല്ലാത്ത കാലത്ത് വാപ്പാന്റെ ഏറ്റവും ഇന്റിമേറ്റ് സുഹൃത്തുക്കളെ വിളിക്കാൻ, എന്താ വാപ്പുള്ള കാലത്ത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ വാപ്പ ഇപ്പൊ ഇല്ല വെച്ചാണ്ട് നിങ്ങൾ വരാക്കരുത്, നമുക്ക് വാപ്പാനുള്ള സ്നേഹം കൊണ്ടാണ്. അത് ഒരു മാതാപിതാക്കളുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹം, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ഷണിക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെ സഹോദരങ്ങളെ റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ തയ്യാറായ ഒരു സംഭവമാകാം. ഏതെങ്കിലും ഉലമാക്കൾ പറഞ്ഞോ? ഇത് റിപ്പോർട്ട് ചെയ്ത ബുഖാരി പറഞ്ഞോ ഇതിന് തെളിവാൻ? ഇല്ല. അപ്പൊ അതേപോലെ തന്നെ കുട്ടി ജനിച്ചാൽ 7-ാം ദിവസം മുടി കളയണം, അതേപോലെ ചേലാകർമ്മം ചെയ്യണം, അതേപോലെ തന്നെ ഒരു അഖീഖ അറക്കും വേണം. ഇതും ഈ പണ്ഡിതന്മാര് തെളിവാക്കിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാതെ തെളിവാണ്. ഇതല്ല, ഇതേപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ചൊല്ലിയത് കൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാൾ പുതച്ചു കൊടുത്തു. മറ്റൊരു കള്ളക്കഥ. എന്താ സംഭവം? കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും വിമർശിച്ചുകൊണ്ട് അങ്ങേയറ്റം മോശപ്പെട്ട കവിതകൾ രചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിക സൊസൈറ്റിയിലെ ഒരു ഭരണാധികാരിയായി മദീനയിലെ ഖലീഫയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനമേറ്റ കാലത്ത് ഈ കഅബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന മുമ്പ് ഇസ്ലാമിനെയും റസൂലിനെയും വളരെ മോശമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്നുകൊണ്ട് ആ ഭരണത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഒരു ഉള്ളിലിടൂലേ? അതേപോലെ നബിക്കെതിരെ പ്രവർത്തിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബിനെ കാണുന്നിടത്ത് വെച്ചിട്ട് എന്ത് ചെയ്താൽ കൊന്നാളി, ഓർഡർ പുറപ്പെടുവിച്ചു. പക്ഷെ പിന്നീട് കഅബിന് മനസ്സ് മാറി, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് തോന്നി. പക്ഷെ പുറത്തിറങ്ങിയ ആൾക്കാർ തലയും പെട്ടു. അപ്പൊ എന്താ ചെയ്യാ? അദ്ദേഹം വേഷപ്രച്ഛന്നായി എന്നാ ചരിത്രത്തിൽ പറയുന്നത്. വേഷം മാറി, കണ്ടറിയാത്ത കോലത്തിൽ പതുക്കെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, കഅബ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആക്ഷേപിച്ചതും ഇസ്ലാമിനെ കളിയാക്കിയതൊക്കെ മാപ്പ് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചാൽ പ്രവാചകരെ നിങ്ങൾ വിട്ടുവീഴ്ച ചോദിച്ചു. റസൂലുള്ള കാരുണ്യവാനാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അതെ ഞാൻ പുറത്തു കൊടുക്കുന്നു. ഉടനെ അദ്ദേഹം തലപ്പാവും താടിയൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് കഅബ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ വെച്ചുകൊണ്ട് കുതിരയെ പറ്റിയും ഒരു അർദ്ധനഗ്നയായ പെണ്ണിനെ പറ്റിയും ഒക്കെ പാടിയിട്ടുണ്ട്. കാരണം ജാഹിലിയ കവികൾ അങ്ങനെയാണ്. കള്ള്, പെണ്ണ്, കുതിര, ഒട്ടകം, ഇതില്ലാതെ ഒരു പാട്ടുണ്ടാവില്ല. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിനെ പറ്റി 4 വരിയും പാടി. ഉംബീതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫ്വ ഇൻദ റസൂലല്ലാഹി മഖ്മൂലി. ഈ പ്രവാചകൻ കാരുണ്യവാനാണ്, വിശാല മനസ്കനാണ്, ഇവിടെ വന്നാൽ വിട്ടുവീഴ്ചയും മാപ്പും ഉണ്ടാകും എന്ന് റസൂലിനെ പ്രശംസിച്ച 2 വരി അത് മാത്രം കെട്ടെടുത്തിട്ട് കഅബ് ചൊല്ലിയ മൗലിദ്. എന്നാ മൗലിദിന്റെ ആഘോഷയാത്രയിൽ കഅബ് ചൊല്ലിയ മൊത്തം മൗലിദ് ഒന്ന് മൂല്യമാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അതിന് പെണ്ണിനെ പറ്റി പറയുന്നുണ്ട്, ഓ ശരീരത്തെ പറ്റി പറയുന്നുണ്ട്, കള്ളിനെ പറ്റി പറയുന്നുണ്ട്. റസൂൽ അത് കേട്ട് വിരല് പൊത്തി കേൾക്കാതിരുന്നു എന്നല്ല, ആനന്ദിച്ചിരുന്നു എന്നല്ല. പിന്നെ എന്തിനാ ഷാള് പോച്ചു കൊടുത്തത്? മൗലിദ് ചൊല്ലിയിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കഅബിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ. അപ്പൊ ഇവിടെ വന്ന് ഇസ്ലാം സ്വീകരിച്ച് പോയതാണെന്ന് ഇവരാർക്കും അറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ഷാള് അദ്ദേഹത്തിന് തോളിലിട്ട് കൊടുത്തു, അത് തിരിച്ചറിയാൻ വേണ്ടി. അപ്പൊ സ്വഹാബികൾ ആരെ കൊല്ലാൻ നേരത്തെ നബിന്റെ ഷാള് ഓന്റെ തോളിലുണ്ടല്ലോ, അപ്പൊ എന്തോ നബിയായിട്ട് എന്തോ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചോദിച്ചിട്ട് കൊല്ലാം എന്നതിന് വരെ തിരിച്ചറിയാൻ കൊടുത്ത ഷാളാണ്. അത് ഇന്ന് മൂല്യമാര് പറഞ്ഞെന്താണ്? റസൂലുള്ളാഹിന്റെ മൗലിദ് ചൊല്ലിയത് കൊണ്ട് കഅബിന് അല്ലാഹുവിന്റെ റസൂൽ ഷാൾ പുറച്ചു കൊടുത്തു. അപ്പൊ കായ് വാങ്ങാനും സ്റ്റേജിന് തക്ബീർ ചൊല്ലി കൊണ്ടുവരാനും ഒക്കത്തിനും തെളിവാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഇതാണ് അള്ളാഹിന്റെ ദീനില് കളവ് നടത്തുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ മൗലിദ് ചൊല്ലാൻ റസൂൽ സ്റ്റേജ് കെട്ടിക്കൊടുത്തു. മറ്റൊരു നോള. ഇതൊക്കെ സംഭവം എന്താ? മക്കാ മുശ്രിക്കുകളിൽപ്പെട്ട കവിതകൾ രചിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിനെ മോശമായി ചിത്രീകരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ചോദിച്ചു, വാളുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഇസ്ലാമിനെ സഹായിക്കാൻ നിങ്ങളിൽ എല്ലാവരും ഉണ്ട്, പക്ഷേ എനിക്കെതിരെ കവിത ചൊല്ലിക്കൊണ്ട് അവരിതാ വിമർശിക്കുന്നു, അതിനെതിരെ കവിതയിലൂടെ പ്രതികരിക്കാൻ ആരാണുള്ളത്? അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇതേപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പോലെ തന്നെ ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നല്ല ഒന്നാം തരം നല്ല കവിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കാലത്ത് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഖുറൈശികൾ നിങ്ങളെ വിമർശിക്കുന്നതിനെതിരെ ഞാൻ മറുപടി പറഞ്ഞ് കവിത എഴുതാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഖുറൈശികളെ വിമർശിക്കുമ്പോ ഞാനും ഖുറൈശിയല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു കുഴച്ച മൈദമാവിൽ നിന്ന് ഒരു നൂല്
വലിച്ചൂരുന്നത് പോലെ വിദഗ്ധമായി താങ്കളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ അവർക്കെതിരെ കവിത എഴുതുന്നു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താണ്, നീ പുറപ്പെട്ടോളൂ, നിന്റെ കൂടെ അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞേക്കും. അങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട്, പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കവിത എഴുതിയാൽ അതിന് കവിതയിലൂടെ മറുപടി കൊടുക്കണം. ഒരു ലേഖനം വന്നാൽ ഒരു ലേഖനത്തിലൂടെ മറുപടി കൊടുക്കണം. ഒരു പ്രഭാഷണം വന്നാൽ ആ പ്രഭാഷണത്തിലൂടെ മറുപടി കൊടുക്കണം. ഇത്രയല്ലേ ഉള്ളൂ അതിന്. ഇത് റബീഉൽ അവ്വൽ ആഘോഷിക്കാനുള്ള തെളിവ് ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണോ? എന്നാ കൊല്ലം കഅബ റളിയല്ലാഹു അൻഹു അതേപോലെ ഹസ്സൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മൗലിദ് എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം ദുർവ്യാഖ്യാനമാണ്. ഇതുപോലെ തന്നെയാണ് സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഇസ്ലാം കൊണ്ട് ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൊണ്ട് സന്തോഷിക്കൂ എന്നാക്കി. ഈ നബിയെ കൊണ്ട് സന്തോഷിക്കലാണെങ്കിലും അത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രത്യേകമായി മൗലിദ് ചൊല്ലി മദ്ഹ് ചൊല്ലി ഇങ്ങനെ ചെല്ലാനാണ്, ആഘോഷം സംഘടിപ്പിക്കാനാണ് തെളിവെങ്കിൽ ഇത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ചെയ്തില്ല? സ്വഹാബത്ത് എന്തുകൊണ്ട് ചെയ്തില്ല? ഇത് റിപ്പോർട്ട് ചെയ്ത താബിഈങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ എന്തുകൊണ്ട് ചെയ്തില്ല? എന്തിനേറെ ശാഫിഈ ഇമാം പോലും എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ അതിനൊന്നും ഉത്തരമില്ല. അപ്പൊ ഇത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഈ അനാചാരങ്ങൾക്ക് വേണ്ടി ഇവർ കൊണ്ടുവരുന്ന എല്ലാത്തിന്റെ അവസ്ഥ ഇതാണ്. അവസാനം ഇവർ പറയും അബൂലഹബിന് നരകത്തില് തിങ്കളാഴ്ച കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അബൂലഹബ് പോലും റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിൽ നരകത്തിലെ ശിക്ഷ ഇളവുണ്ട്. ഹദീസിൽ വന്നൊരു കാര്യമാണ്. പക്ഷേ അതില് ഒരു കഥ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ആരെ കണ്ടത്? ഉറക്കത്തിൽ അബൂലഹബിനെ കണ്ടു. അബൂലഹബ് നരകത്തിൽ വെന്തുരുക അൽഫാമുമായി. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിസ്റ്റർ അബൂലഹബ് എന്താ അവസ്ഥ? എനിക്കപ്പോ സത്യം ബോധ്യപ്പെട്ടില്ല, മുഹമ്മദിനെ അംഗീകരിക്കാത്തോണ്ട് എന്റെ അവസ്ഥ എനിക്ക് ബോധ്യായില്ലേ? അവൻ എനിക്ക് സത്യമൊക്കെ ബോധ്യായി. എന്താ എന്റെ അവസ്ഥ? ഭയങ്കര ശിക്ഷയാണ്. പിന്നെ എനിക്ക് ഒരു ആശ്വാസം എന്താന്ന്, തിങ്കളാഴ്ച എന്റെ വിരലിന്റെ ഉള്ളിൽ കൂടെ ഒരു കൂൾ ഡ്രിങ്ക്സ് കിട്ടും എനിക്ക്. അതെന്തേലും ഞാൻ മുഹമ്മദ് ജനിച്ച അന്ന്, മുഹമ്മദ് അബ്ദുള്ളാക്ക് ജനിച്ചു എന്ന് കേട്ടപാടെ ഞാൻ എന്റെ അടിമപ്പെണ്ണിനെ സന്തോഷം കൊണ്ട് മോചിപ്പിച്ചിരുന്നു. ആ സന്തോഷം കൊണ്ട് മോചിപ്പിച്ചപ്പോ അല്ലാഹു തആല മുഹമ്മദ് നബി ജനിച്ചോണ്ട് ഇവർ അക്കപ്പടിനെ മോചിപ്പിച്ചല്ലോ, എന്നാ എനിക്ക് തിങ്കളാഴ്ച നരകത്തിലെ ജ്യൂസ്. ഇനി നരകത്തിലെ ജ്യൂസ് കിട്ടിയാൽ തന്നെ അത് കൂൾ ഡ്രിങ്ക്സ് ആണ്. ആരെ പറഞ്ഞു? നരകത്തിലെ ജ്യൂസിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഹമീമൻ ഹമീമ, അത് മൂലക്കുടൽ പോലെ ഉരുക്കി കളയുന്ന ജ്യൂസാണ് അല്ലേ? ഇനി മാത്രല്ല സയസ്ലാൻ ആറും റാത്തലഹബ്, ഓനും എന്റെ ഭാര്യയും ഓന്റെ സമ്പത്തും ഒക്കെ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞ ഒരു അബൂലഹബിന്റെ സ്വപ്നം ദീനിന്റെ തെളിവ് ആണോ? അപ്പൊ ഇങ്ങനെ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും സഹോദരങ്ങളെ. ദീനിലില്ലാത്ത ഒരു കാര്യം ഇത് വെച്ചുകൊണ്ടാണ് ഈ റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ ആഖിർ 10 വരെയുള്ള 40 ദിവസം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിൽ തുടങ്ങി ജീലാനി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ആണ്ടിൽ അവസാനിക്കുന്ന 40 ദിവസം ഈ മൂല്യമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാലൻസ് ഷീറ്റ് ഒപ്പിക്കുന്ന കാലാണ്. അതുകൊണ്ട് തന്നെ ഉമ്മത്തിന് മുമ്പിൽ തെളിവില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ തെളിവിനെ തെളിവ് കൊണ്ട് അടക്കാൻ കഴിയാതെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് ഓട്ടയടച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിൽ അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും യഅ്കുലൂന അംവാലൻ നാസ്, ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തെറ്റിക്കുന്നവരുമാണ്. അങ്ങനത്തെ ടീമിനെ സൂക്ഷിച്ചോളിന്ന് 1400 അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗംഭീരമായ ലൈറ്റ് തോരണങ്ങളും ജഗപുകളും അങ്ങേയറ്റ അകമ്പടികളും എല്ലാം അഹ്ലുസുന്ന വൽ ജമാഅയുമായി ഒരു ബന്ധവുമില്ല. ഇത് പിൽക്കാലത്ത് ഷിയാക്കൾക്ക് വന്നതാണ്, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടാണ്. അത് ഒരു ദിവസമല്ല, 360 ദിവസവും മരണം വരെയും വേണം. അല്ലാഹു തആല അങ്ങനെ പ്രമാണങ്ങളിലൂടെ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله. اتقوا الله عباد الله، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെയും അവന്റെ വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബീഉൽ അവ്വൽ ആഘോഷം സമാഗതമാകുന്ന അതേ ഡേറ്റിൽ തന്നെയാണ് കേരളത്തിലെ ഹൈന്ദവർ വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഓണവും കടന്നു വരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എല്ലാ വർഷവും
നമ്മുടെ നാട്ടിലെ ഹൈന്ദവർ ആഘോഷിക്കുന്ന ഓണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ഇസ്ലാമികമായ വിധി എന്താണ് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്, സംശയിക്കാറുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, വിഷു എന്നത് ഇപ്പൊ ഓണായാലും വിഷു ആയാലും ദീപാവലി ആയാലും ക്രിസ്മസ് ആയാലും ഇതൊന്നും ഈ ബഹുസ്വര സമൂഹത്തിലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള കേരളത്തിന്റെ ഒരു സാംസ്കാരിക കലയല്ല. ഓഗസ്റ്റ് 15 പോലെ, റിപ്പബ്ലിക് ഡേ പോലെ അല്ല ഇത്. മറിച്ച് ഇത് മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് അവര് തന്നെ വളരെ വ്യക്തമായി അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടത്, കേരളീയരുടെ സാംസ്കാരിക ഉത്സവമാണ്, അതുകൊണ്ട് അതെല്ലാവർക്കും അങ്ങനെ എന്ത് ചെയ്യാം, പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുക, അങ്ങനെ പല പരിപാടികളും പങ്കെടുക്കുക എന്നാണ്. സത്യത്തിൽ ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്ന ഓണം കേരളത്തിലെ ഹൈന്ദവരുടെ ഒരു വാർഷിക ആഘോഷമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലക്കും ദീനക്കും വലിയ ദീൻ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരുന്ന കാഫറുകളോട്, ഖുറൈശികളോട് പറഞ്ഞത്. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആരാധന. നമുക്ക് ഇസ്ലാം ദീൻ, ഞങ്ങളുടെ ഇസ്ലാമിന്റെ വിശ്വാസം, നമ്മളുടെ ഇസ്ലാമിന്റെ ആഘോഷം. ഇസ്ലാമിൽ രണ്ടേ ആഘോഷമുള്ളൂ, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ. മൻ തശബ്ബഹ ഖൗമിൻ ഫഹുവ മിൻഹു. ആരെങ്കിലും ഒരു ജനതയുടെ ആഘോഷവുമായി പങ്കുചേർന്നാൽ അവർ അവരിൽപ്പെട്ടവരാണ്. ഖിയാമത്ത് നാളിൽ അവരുടെ കൂടെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്ത് ഫുർഖാനിന്റെ ആ ആയത്തിന്റെ അവസാനത്തിൽ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, അവരുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ. ആ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താ? വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മറൂ ബിൽ ലഗ്വി മറൂ കിറാമാ. അവരെ അന്യമതസ്ഥരുടെ ഉത്സവം, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരല്ല. എന്താണ്? അവരൊരിക്കലും സൂറിൽ സാക്ഷികളാകാത്തവരാണ്. എന്താണ് സൂർ? അതിനെ കുറിച്ച് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ കേരളത്തിൽ നടന്നു വരുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂക്കളമാകട്ടെ, ഓണസദ്യയാകട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റ് സാരികളാകട്ടെ, പ്രത്യേകമായ ആ തരത്തിലുള്ള പരിപാടികളാകട്ടെ, ഇതിലൊക്കെ നമ്മൾ പണം ചെലവഴിച്ച്, അതിനുവേണ്ടി നമ്മൾ ഊർജം ചെലവഴിച്ച് പ്രത്യേകം പങ്കുചേരുക എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ബഹുസ്വര സമൂഹത്തിൽ സ്പർദ്ധതയോ ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ആവൂല. കാരണം ഒരു മാലയിട്ട അയ്യപ്പ ഭക്തനോട് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ഓൻ 10 ദിവസം അല്ലെങ്കിൽ 40 ദിവസം നോമ്പ് കഴിയുന്നവര് ഓൻ കഴിക്കൂല, ബീഫ് കഴിക്കാൻ പറഞ്ഞ കഴിക്കൂല. അപ്പൊ ഭീകരവാദിയാണോ, RSSകാരനാണോ വെച്ച് നമ്മൾ ചൂടാനുള്ള ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേപോലെ നമുക്ക് പറയാം, എന്ത് നമുക്ക് പറ്റൂല, അത് കഴിഞ്ഞാൽ ഞങ്ങൾ സദ്യ ഉണ്ടാക്കിക്കോളി, ചോറുണ്ടാക്കിക്കോളി, പായസം ഉണ്ടാക്കിക്കോളി, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ അന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ആ പരിപാടികൾ അത് നമുക്ക് യഥാർത്ഥത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് പറയാനുള്ള ഈമാൻ നട്ടലും നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്തിയതിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കണം. കാരണം ഈ ഓണം എന്ന് പറയുന്ന ഈ ആചാരത്തിന്റെ പിന്നിലുള്ള ചരിത്രം തന്നെ വളരെ വ്യക്തമായി അവർ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാല്, അത് മഹാബലി എന്ന് പറയുന്ന അസുര രാജാവ് കേരളം ഭരിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം സമൃദ്ധിയും സമത്വവും പിന്നെ കെങ്കേമമായി നടന്നിരുന്നു. അങ്ങനെ വാനലോകത്തുള്ള വാമനന്മാർക്ക് അസൂയ ഉണ്ടാവുകയും അവര് ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവരുടെ വിശ്വാസപ്രകാരം വിഷ്ണു ഭഗവാനോട് സഹായം തേടുകയും
വിഷ്ണു ഭഗവാൻ വാമനാവതാരം പൂണ്ടുകൊണ്ട് ഭൂമിയിലേക്ക് കൊള്ളന്റെ രൂപത്തിൽ വരികയും അങ്ങനെ 3 അടി ചോദിച്ചു എന്നാൽ അങ്ങനെ ഒരടി കടല് ഒരടി കര 2 കാലെടുത്ത ചോദ്യത്തിന് കരിയും കടലും കഴിഞ്ഞു. പിന്നെ ആകെ ഉള്ളത് അദ്ദേഹത്തിന് മൂർത്താവ് മാത്രമാണ്. കുഞ്ഞു നിന്നു കൊടുത്തു. അങ്ങനെ പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്തി എന്നും വർഷത്തിൽ തന്റെ പ്രജകളെ കാണാൻ മഹാബലിക്ക് അനുമതി ലഭിച്ചു എന്നും ആ വരവിനെ അനുസ്മരിച്ചുകൊണ്ടാണ് തൃക്കാക്കരയപ്പൻ എന്നറിയപ്പെടുന്ന ഒരു ഹൈന്ദവ മൂർത്തിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഹിന്ദുക്കൾ എന്ത് ചെയ്യണത്? പൂക്കൾ ഉണ്ടാക്കുന്നത്. സാധാരണ പൂക്കളത്തിന് പിന്നിൽ ഓർക്ക് വിശ്വാസമുണ്ട്. നമ്മളെക്കാരെ പൂക്കളം ഉണ്ടാക്കുക എന്നുള്ളൂ. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വരുമെന്നും ആ ഭഗവാൻ വരുന്നവന് ഇയാൾ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സമൃദ്ധമുണ്ട്, അന്ന് സമൃദ്ധിയാവും എന്നും ഒക്കെ വിശ്വസിക്കുന്ന തികച്ചും ഹൈന്ദവതയുടെ ഒരു അന്ധവിശ്വാസം, ശിർക്കൻ വിശ്വാസം. അതിനെയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പണം കൊടുത്തുകൊണ്ടും അതിനെ പ്രത്യേകമായ ആശംസകൾ വെച്ചുകൊണ്ടും ബോർഡുകൾ വെച്ചുകൊണ്ടും കട്ടൗട്ടുകൾ വെച്ചുകൊണ്ടും മുസ്ലിം സമൂഹത്തിലെ ബിസിനസ്സുകാരും പ്രമാണിമാരും അതുപോലെ കച്ചവടക്കാരും അതുപോലെ അധ്യാപകന്മാരും ഒക്കെ ചെയ്യുന്നത്. ഇതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നിർബന്ധിതമായി പങ്കെടുക്കേണ്ടതും അറ്റൻഡ് ചെയ്യേണ്ടതുമായ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ പരമാവധി അതിൽ എന്ത് ചെയ്യുക? നിന്നുകൊണ്ട് അതിനോട് ആ വിശ്വാസ മേഖലയിൽ സഹകരിക്കാതെ അതിൽ വിട്ടുനിൽക്കുക. ഒരു തിന്മ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയുന്നവൻ മുഅ്മിനാൻ. ആ തിന്മ നാവ് കൊണ്ടാണ് തടയാൻ പറ്റുമെങ്കിൽ അവൻ മുഅ്മിനാൻ. ലാസ്റ്റ് റസൂലുള്ളാഹി പറഞ്ഞെന്താ? വലൈസ വറാഅ മിൻ ദാലിക ഈമാനു ഹബ്ബത്തു മിൻ ഖർദലീൻ. അതിനോണ്ട് കൈകൊണ്ടും വായോണ്ടും തടയാൻ കഴിയില്ല എങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അത്തരത്തിലുള്ള സംഗതികളോട് നീരസപ്പെട്ട് വിമർശിപ്പിച്ച് വെറുത്തുകൊണ്ട് അതിൽ മാറി നിൽക്കുക. അതിനപ്പുറം പിന്നെ കടുകുമണിയുടെ അത്ര ഈമാൻ ഇല്ല എന്നാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുകയും ആ മതചിഹ്നങ്ങൾ ആദരിക്കുന്ന ഹൃദയത്തിലാണ് തഖ്വയുള്ളത് എന്നും അള്ളാഹു തആലയും ഖുർആനും റസൂലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓണവും റബീഉൽ അവലും ഒരുമിച്ച് വരുമ്പോ നമ്മളെ നാട്ടിൽ ഇഞ്ഞ് മഹാബലി രൂപവും അതേപോലെ റസൂലുള്ളാഹിനെ ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് അറബി തട്ടത്തിന്റെ കുട്ടിയും ഒക്കെ ഉണ്ടാവും. പല പേക്കുത്തുകളും പല ഫോട്ടോകളും വീഡിയോകളും നമ്മുടെ നാട്ടിൽ ഇറങ്ങും. നമ്മൾ അള്ളാഹുവിന്റെ അദാബിനെ പേടിക്കുക. നമ്മൾ ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പിന്നെ ശക്തമായി പ്രതികരിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിശ്വാസ കർമാചാരങ്ങളെ പ്രമാണമനുസരിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പിന്നെ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ വസ്തഗ്ഫിറൂഹു إنه غفور رحيم وصلى الله وسلم تسليما كثيرا.